അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ലത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മുഅ്മിനീങ്ങളായ നാം, അല്ലെങ്കിൽ മുസ്ലിങ്ങളായ നാം ധാരാളം ഇബാദത്തുകൾ ചെയ്യുന്നു, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പരമാവധി അനുസരിക്കുന്നു, അള്ളാഹു ഒഴിവാക്കാൻ നിർദ്ദേശിച്ച കൽപ്പിച്ച കാര്യങ്ങളൊക്കെ നാം ഒഴിവാക്കുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ ആഗ്രഹം. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, മരണപ്പെട്ടു ചെന്നാൽ അള്ളാഹുവിൻ്റെ പൊരുത്തമാകുന്ന, അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ ഗേഹമാകുന്ന സ്വർഗത്തിൽ പ്രവേശിക്കണം. കാരണം പരലോക ജീവിതം നമ്മുടെ വിശ്വാസം അനുസരിച്ച്, യഥാർത്ഥ വിശ്വാസവും അങ്ങനെ തന്നെയാണ്, വിശാലമായ ഒരു ലോകമാണ്, നശിക്കാത്ത ഒരു ലോകമാണ് മരണപ്പെട്ടു ചെന്നാൽ ഉണ്ടാകുന്നത്. ആ ഒരു ലോകത്ത് നിത്യ ശാന്തി ലഭിക്കണമെങ്കിൽ സ്വർഗം നമുക്ക് കിട്ടിയേ മതിയാവും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് സ്വർഗം കിട്ടാൻ നമുക്ക് വേണ്ടതായിട്ടുള്ളത്? നമ്മുടെ ആദർശം വളരെ കൃത്യമാണ്. ആദർശ ശുദ്ധി നമുക്ക് ഉണ്ടാവണം. എന്താണ് ആദർശ ശുദ്ധി? അത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ആ വിശ്വാസത്തിൽ അടങ്ങിയ ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ അതിൽ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിങ്ങളാകുന്നത്. നമ്മുടെ വിശ്വാസത്തിൽ ഉള്ള കർശന സ്വഭാവം അത് നമുക്ക് നാളെ രക്ഷപ്പെടാനുള്ള മാർഗമാണ്, അല്ലെങ്കിൽ അത് തന്നെയാണ് മാർഗം. ഈമാനാണ് പ്രധാനം. ഈമാൻ ശരിയായിട്ട് അമലുകൾ ചെയ്യണം. അമലുകൾ നമ്മുടെ പദവി വർദ്ധിപ്പിക്കുകയും ഈമാനാവട്ടെ നമുക്ക് സ്വർഗപ്രവേശനം നേടിത്തരുകയും ചെയ്യും. കാരണം അല്ലാഹു തആല അത്ര കാരുണ്യത്തോടെയാണ് നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. അല്ലാഹു നമ്മളോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ. ഇനി ആ കാര്യങ്ങൾ അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നാം ചെയ്യേണ്ടത്. എന്തൊക്കെ തെറ്റ് ചെയ്താലും അല്ലാഹു തആല പുറത്തു തരുന്നുള്ളതാണ്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അമിതമായി തെറ്റ് ചെയ്ത ആളുകളെ, നിങ്ങൾ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ തൊട്ട് നിരാശപ്പെടരുത്. അമിതമായി തെറ്റ് ചെയ്ത ആളുകളെ വിളിച്ചുകൊണ്ട് പറയുന്നതാണിത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു എല്ലാ ദോഷങ്ങളും പുറത്തു തരുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു പൊറുക്കുന്നവനാണ്, കരുണ ചെയ്യുന്നവൻ. അറാഫിൽ അല്ലാഹു പറയുന്നുണ്ട്, വറഹ്മതി വസിഅത് കുല്ല ഷൈ. എൻ്റെ എല്ലാ വസ്തുക്കളെക്കാളും മുകളിൽ വിശാലമായത് എൻ്റെ കാരുണ്യമാണ്. അപ്പം അല്ലാഹു കാരുണ്യവാനാണ്. ഈ രണ്ട് ആയത്തുകൾ തന്നെ നമുക്ക് ആ ഒരു വിഷയം മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നമ്മുടെ വിശ്വാസം കറക്റ്റാവണം. ഉബാദത്ത് ഇബ്നു സാമിത്ത് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് മുത്തഫഖുൻ അലൈഹി ആയിട്ടുണ്ട്, രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഷഹിദ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരാൾ അല്ലാഹു ഒരുവനാണെന്ന് സാക്ഷീകരിച്ചു, വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു വഅന്ന ഈസ അൽ അബ്ദുല്ലാഹ്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഒരാൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു,
ഈസാ അലൈഹി സ്വലാമിനെ കുറിച്ച് നമ്മുടെ വിശ്വാസം എന്താ? അബ്ദുള്ള, അള്ളാഹിൻ്റെ അടിമയാണ്. അള്ളാഹിൻ്റെ പുത്രനല്ല, അള്ളാഹുവിൻ്റെ അടിമയാണ്. ഇത് നമ്മൾ വിശ്വസിക്കണം. ഓ റസൂലു, അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ഈസാ നബി അലൈഹി സ്വലാം. ഓ കലിമത്തു അൽഖാഹ ഇല മറിയമ, മറിയമിലേക്ക് നിക്ഷേപിച്ച അള്ളാഹുവിൻ്റെ കലിമത്താണ്, വചനമാണ്. വറുഹും മിൻ, അള്ളാഹുവിൻ്റെ റൂഹാണ്. ഇതൊക്കെയാണ് ഈസാ നബി അലൈഹി സ്വലാം. ഇത് വിശ്വസിക്കണം. അപ്പോൾ ഈസാ അലൈഹി സ്വലാമിനെ കൊണ്ടുള്ള നമ്മുടെ വിശ്വാസം കറക്റ്റാണ്. അതുപോലെ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരെക്കുറിച്ചൊക്കെ ശരിയായ വിശ്വാസം നമുക്ക് പറ്റും. അപ്പോൾ ക്രിസ്തുമസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ആ ഒരു ക്രിസ്തീയ വിശ്വാസങ്ങൾ ഒരിക്കലും നാം പേറാൻ പാടില്ല. ഇത് അവരോടുള്ള വിരോധം കൊണ്ടല്ല, അവരവരുടെ കാര്യങ്ങളനുസരിച്ച് ജീവിക്കട്ടെ, നമുക്ക് അവരായിട്ട് പ്രത്യേകിച്ച് വിരോധങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് ഒരിക്കലും അവരെ വിശ്വാസമായിട്ട് നമുക്ക് യോജിക്കാൻ കഴിയൂല. അത് തന്നെയാണ് സത്യം. അപ്പോഴല്ലേ രണ്ട് മതവും രണ്ട് വിശ്വാസമാകുന്നത്. എന്നാൽ അവരവരുടെ വിശ്വാസം അനുസരിച്ച് സുഖമായിട്ട് ജീവിക്കട്ടെ. നമ്മളതിനൊരു തടസ്സമൊന്നും അവരെ വ്യക്തിപരമായി ആക്ഷേപിക്കാനോ ഇനി അവരെ മതത്തെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ നമ്മളതിൻ്റെ പേരിൽ അവരെ മോശമാക്കി കാണാനൊന്നും പോകുന്നില്ല. നമുക്ക് ഈസാ നബി അലൈഹി സ്വലാമിലുള്ള വിശ്വാസം ഇതാണ്. ഓ അന്നൽ ജന്നത്ത ഹക്ക്, സ്വർഗം ഉറപ്പാണ്. അതും നിഷേധിക്കുന്ന ആളുകൾ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്വർഗം അതൊന്നുമില്ല, നരകം അതൊന്നുമില്ല. വന്നാറു ഹക്ക്, നരകവും സത്യമാണ്. ഇപ്പോൾ ഉണ്ട് രണ്ടും. എവിടെ അള്ളാഹുവിനറിയാം, നമുക്കറിയില്ല. അത് ഖലഉല്ലാഹുൽ ജന്ന അലാമൻ കാന മിനൽ ആമിൻ. അള്ളാഹു തആല എത്രത്തോളം നാം എത്രത്തോളം നന്മ ചെയ്യുന്നുണ്ട് അതനുസരിച്ച് കൊണ്ട് അള്ളാഹു തആല നമുക്ക് നാളെ സ്വർഗത്തിൽ പദവി ഏറ്റി തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ നമ്മുടെ വിശ്വാസം പ്രധാനമാണ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ ഈ പറഞ്ഞ ഹദീസ് നമുക്ക് ഉപകരിക്കും. മുസ്ലിം രേഖപ്പെടുത്തുന്ന ഒരു ഹദീസ് അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അള്ളാഹു പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, മൻ ജാഅ ബിൽ ഹസനതി ഫലു അശ്റു അംസാലിയ ഔ അസിയദ്. ഒരു നന്മ നമ്മൾ ചെയ്താൽ അള്ളാഹു ഇതിന് 10 പ്രതിഫലം നൽകുകയും അല്ലെങ്കിൽ ചിലപ്പോൾ 10-നേക്കാൾ കൂടുതൽ തരും. 10-ൽ കുറയൂല. ഒരു നന്മക്ക് മിനിമം 10ആണ്, അതിലേറെ കൂടുതലാണ് സാധാരണ. റമളാനിലൊക്കെ ആകുമ്പോൾ ഇരട്ടി കൂടും. എന്നാൽ വമൻ ജാ ബിസ്സയ്യ, ഒരു ദോഷം ഒരാൾ ചെയ്താലോ ഫജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ ഔ അഗ്ഫിറു, അതുപോലൊരു ദോഷമായിട്ടേ അള്ളാഹ് രേഖപ്പെടുത്തുള്ളൂ. നേരത്തെ നന്മക്ക് അള്ളാഹ് ചെയ്തതുപോലെ 10 ദോഷമായിട്ട് അള്ളാഹു അത് രേഖപ്പെടുത്തൂല. അല്ലെങ്കിൽ അള്ളാഹു അത് പുറത്തു കൊടുക്കുകയും ചെയ്യും. ഇതാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം. ഈ റബ്ബിലേക്ക് നമ്മൾ അടുത്തുകൂടെ. ഈ റബ്ബ് എന്നാൽ അള്ളാഹ് ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ശിർക്ക് ചെയ്താൽ, അള്ളാഹുവിൻ്റെ യഥാർത്ഥ വിശ്വാസത്തിന് കളങ്കം വരുത്തിയാൽ, മാതല യുശ്രികു ബില്ലാഹി ശൈഅ ദഖലൽ ജന്ന, അള്ളാഹുവിൻ്റെ വിശ്വാസം കറക്റ്റായി വിശ്വസിച്ചു, ശിർക്കിലൊന്നും പെട്ടിട്ടില്ല, അങ്ങനത്തെ ഒരു മനുഷ്യൻ സ്വർഗപ്രവേശനം നിർബന്ധമാണ്. മത യുശ്രികു ബി ശൈഅൻ ദഖലൻ നാർ, ഒരാൾ ബഹുദൈവ വിശ്വാസത്തിൽപ്പെട്ടു എന്നാൽ അവൻ നരകത്തിലാണ്. അത് വിശ്വാസത്തിൻ്റെ കാര്യമാണ്. മുആദ് റളിയല്ലാഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 വട്ടം വിളിച്ചിട്ടൊരു കാര്യം പറയുന്നുണ്ട്. യാ മുആദ് മാ മിൻ അബ്ദിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സിദ്ഖൻ മിൻ ഖൽബിഹി, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മനസ്സറിഞ്ഞ ഒരാൾ വിശ്വസിച്ചാൽ ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ, ആ മനുഷ്യനെ നരകത്തിൻ്റെ മേൽ അള്ളാഹു ഹറാമാക്കി. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, അല്ലാഹുവിൻ്റെ റസൂലേ അഫലാ ഉഖ്ബിറു ബിഹന്നാസ് ഫയസ്തബിശിറു, ഇത് ഞാൻ ജനങ്ങളോട് പറയട്ടെ നബിയെ, എന്നാൽ അവർക്ക് ഇതനുസരിച്ച് അവർക്കൊരു സന്തോഷമാവുമല്ലോ. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇതൻ യത്തക്കിലു, അവരയിമ ചാരണം കൊള്ളും, അവർ പിന്നെ നന്മകളൊന്നും ചെയ്യൂല. നന്മകൾ ചെയ്തെങ്കിലല്ലേ പരലോകത്ത് നമുക്ക് സ്വർഗത്തിൽ പദവികൾ കൂടുള്ളൂ. അങ്ങനെ ഇതിങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറഞ്ഞില്ല. കാരണം അവർ നന്മ ചെയ്യാതിരിക്കുമെന്ന് ഭയപ്പെട്ടിട്ട്, അപ്പോൾ അവരുടെ നന്മകൾ കുറയുമല്ലോ എന്ന് ഭയപ്പെട്ടിട്ടാണ്. പക്ഷേ ഫഅഖ്ബറ ബിഹാ മുആദുൻ ഇന്ദ മൗതി താസുമ,
വഫാത്താൻ കിടക്കുമ്പോൾ മുആദ് റളിയല്ലാഹു അൻഹു വല്ലാത്ത സങ്കടം. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞ വിവരം ഞാൻ ആരോടും പറഞ്ഞില്ലല്ലോ, അതൊരു കുറ്റായിട്ട് എനിക്ക് വരുമോ എന്ന് പേടിച്ചിട്ട് ഖൗഫൻ മിനൽ ഇസ്മി ഫീ കച്മി ആദൽ ഇൽം, ഈ അറിവ് മറച്ചു വെച്ച കാരണം കൊണ്ട് എനിക്കെന്തെങ്കിലും തെറ്റ് പറ്റുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ പരസ്യപ്പെടുത്തി. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ ഹദീസിന് കൊടുത്ത നിർവചനമാണ് ഖൗഫൻ മിനൽ ഇസ്മി ഫീ കച്മി ഹാദൽ ഇൽം, ഈ അറിവ് മറച്ചു വെച്ചത് കൊണ്ട് എനിക്ക് കുറ്റം വരുമെന്ന് പേടിച്ചിട്ട് അദ്ദേഹം അപ്പോൾ അത് പറഞ്ഞു എന്നാണ്. അപ്പോഴാണിത് ആളുകൾ അറിയുന്നത്. അപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ വിശ്വസിച്ചാൽ അങ്ങനെ ഒരു ജീവിച്ചാൽ തന്നെ നമുക്ക് സ്വർഗം കിട്ടും. പക്ഷേ സ്വർഗത്തിൽ നമുക്ക് പദവി വേണമല്ലോ, കൂടുതൽ പദവികൾ നമുക്ക് വേണമല്ലോ, അതിന് നമ്മൾ നന്മ ചെയ്യണം. കാരണം അല്ലാഹു തആല അർശിനെ ലമ്മ ഖലഖ അല്ലാഹു ഖൽഖ, സൃഷ്ടികളെ മുഴുവൻ അത് സൃഷ്ടിച്ചു കേട്ടോ. എന്നിട്ട് കത്തബ ഫി കിതാബി, അള്ളാഹുവിൻ്റെ രേഖയിൽ അവൻ രേഖപ്പെടുത്തി. ഫൗവദ് എന്ത് ഫൗക്കല, എന്നിട്ട് അത് അർശിൻ്റെ മേലെ അള്ളാഹു വെക്കുകയും ചെയ്തു. ഇന്ന റഹ്മതി തഗ്ലിബു ഗളബി, എൻ്റെ കാരുണ്യം എൻ്റെ ദേഷ്യത്തിനേക്കാൾ എൻ്റെ മേലെയാണ് എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ അള്ളാഹിൻ്റെ കാരുണ്യം നമ്മളോടൊപ്പം ഉണ്ട് എന്ന് പറയാനാണ്. കാരണം 100 കാരുണ്യം അള്ളാഹു സൃഷ്ടിച്ചിട്ട് ഒരു കാരുണ്യം മാത്രമാണ് അള്ളാഹു തആല ഭൂമിക്ക് ഇറക്കിയത്. ബാക്കി 99 എണ്ണം ഫഅംസക ഇൻദഹു 99 അള്ളാഹ് പിടിച്ചു വെച്ചിരിക്കണം. എന്തിനാണ് അത് എന്തിനാണത്? പരലോകത്ത് നമുക്ക് തരാനാണ്. പരലോകത്ത് നമുക്കതിൻ്റെ ഒരു മെച്ചം ലഭിക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിശ്വാസം, നമ്മുടെ ആദർശം, നമ്മുടെ പഴയ വിശ്വാസങ്ങളിൽ അടിയുറച്ച് നിന്ന് നല്ല ഒരു അഹ്ലുസുന്നയുടെ വക്താവായി ജീവിച്ച് മരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനാണ് വിജയം. എല്ലാവരും ദുആ ചെയ്യുക. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.